സിനിമാ സെറ്റുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ പോലീസ് നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം എന്താണെന്ന് കേൾക്കാം. പരിശോധന നമ്മൾ ജോയിന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻകോഡ് മീറ്റിംഗിൽ എക്സൈസ് കൂടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കുറെ ഫോർമൽ കോർഡിനേഷൻ സംവിധാനങ്ങളുണ്ട്. അതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കുറെ ഇൻഫർമേഷൻ. റീസെന്റ് NDPSന്റെ ഒരു ജോയിന്റ് മീറ്റിംഗ് ADGP LNO മനോജ് അബ്രഹാം സാറ് മറ്റ് എക്സൈസ് കമ്മീഷണർ കൂടി ചേർന്ന് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ എക്സൈസിന്റെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെ. അപ്പൊ അങ്ങനെ കോർഡിനേഷന് വേണ്ടി ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതൊക്കെ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. നമ്മൾ പരസ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നല്ല പരിശോധന നടത്തതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അത് ഇനി നമ്മൾ ശക്തമാക്കി ഇംപ്രൂവ് ചെയ്യാം. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇത് 2 വർഷം മുൻപ് തന്നെ പോലീസ് പറഞ്ഞ കാര്യമാണ്. ഷാഡോ പോലീസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നുണ്ടാകുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അതിനെ സിനിമാ സംഘടനകൾ അതിനോട് പ്രതികരിച്ചത് എന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ നടന്മാർ, സംവിധായകരൊക്കെ ഈ ലഹരിക്ക് അടിമയാണ് എന്നതിന്റെ തെളിവുകളടക്കം പുറത്തുവരുന്ന സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി അതിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശക്തമാക്കുന്നു എന്നതാണോ? അനുജ, 2 വർഷം മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ചില പ്രമുഖ സംവിധായകർ അതോടൊപ്പം തന്നെ സിനിമാ നടന്മാരൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിയിലാവുകയും അവർക്കെതിരെ കേസെടുക്കുകയും സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് സിനിമാ സംഘടനകൾക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് ആവശ്യമെന്ന് അവർ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ സിനിമാ ലൊക്കേഷനുകളിൽ ജാഗ്രതാ സമിതികളൊക്കെ രൂപീകരിക്കാൻ തയ്യാറെടുത്തത്. അതോടൊപ്പമാണ് പോലീസ് സഹകരണം കൂടി തേടി, അല്ലെങ്കിൽ പോലീസ് സിനിമാ സംഘടനകളുടെ സഹകരണം കൂടി തേടി സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസും എക്സൈസും സംയുക്തമായ അത്തരം പരിശോധനയിലേക്ക് കടക്കാനാണ് തീരുമാനം. പ്രത്യേകിച്ച് ഇന്നലെ സംവിധായകരുടെ അടക്കം അറസ്റ്റ് ഉണ്ടായിരുന്നു. അതിനു മുൻപ് ഷൈൻ ടോം ചാക്കോ NDPS കേസിൽ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലഹരി ഹബ്ബായി കൊച്ചി മാറുന്നു. ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് ആ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് വളരെ സുലഭമായി ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്നാണ് എക്സൈസിനും പോലീസിനും ഒക്കെ ലഭ്യമാകുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംയുക്തമായ ഒരു പരിശോധന കൃത്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയൊക്കെ നടത്താൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ ഉണ്ടാകും. ചില സ്ഥലങ്ങളൊക്കെ ഇവർ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില ലൊക്കേഷനുകളൊക്കെ. ആ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അവിടെ കയറി കൃത്യമായി പരിശോധന നടത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണവും ഇന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. FSL റിപ്പോർട്ട് വരാൻ 2 മുതൽ 3 മാസം വരെ സമയമെടുക്കും. അത് കോടതിയെ സമീപിച്ച് നേരത്തെയാക്കാനുള്ള ഒരു ശ്രമം പുരോഗമിക്കുന്നുണ്ട്. ഷൈനെ വീണ്ടും വിളിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചനയിലാണ്. അത് ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ വിളിച്ചു വരുത്തുമെന്നാണ് നിലവിൽ കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ ഈ ഖാലിദ് റഹ്മാൻ പിടിയിലായ കേസാണ്. അതിൽ എക്സൈസാണ് അന്വേഷണം നടത്തുന്നത്. എക്സൈസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉറവിടം തേടിയാണ് എക്സൈസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ആ കേസിന്റെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം എക്സൈസിന്റെ സെൻട്രൽ സോൺ നോർത്ത് CI ആ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തും. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക സമീർ താഹിറിനെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് ആ ഫ്ളാറ്റ് ഉള്ളത്. സമീറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തൃപ്തികരമല്ല എങ്കിൽ സമീറിനെ ചോദ്യം ചെയ്ത് പിന്നീട് പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊച്ചിയിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര അന്വേഷണത്തിന്, സമഗ്ര പരിശോധനയ്ക്ക് സിറ്റി പോലീസും അതോടൊപ്പം എക്സൈസും തയ്യാറെടുക്കുന്നു. ഈ സമീപകാലത്തെ സിനിമാ മേഖലയിലെ അറസ്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഒരുപക്ഷെ വലിയ മീനുകൾ ഇനിയും ഈ വലയിൽ വീഴാനുള്ള സാധ്യതയാണ് കൊച്ചി സിറ്റി പോലീസും എക്സൈസും ഒക്കെ പങ്കുവെക്കുന്നത്. അതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. നമ്മൾ തിരികെ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഒപ്പം മോഡൽ സൗമ്യ എന്നിവരെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ചോദ്യം ചെയ്യുന്നത്. തസ്ലീമ തന്റെ സുഹൃത്താണ്, പക്ഷേ ലഹരി ഇടപാടുകളില്ല എന്നതാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ സൗമ്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷമാണ് സൗമ്യ ചോദ്യം ചെയ്യലിനെത്തിയത്. നേരത്തെ തന്നെ ഇന്നിപ്പോൾ 2 പേരും ചോദ്യം ചെയ്യലിനെത്തുന്നത്, അതായത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും നിശ്ചയിച്ച സമയത്തിനും വളരെ മുൻപേ തന്നെ എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ മടക്കി അയക്കണമെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തന്നെ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലൊക്കെ പിന്നിടുകയാണ്. കൂടുതൽ സമയം അവിടെ തുടരേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചന. വെവ്വേറെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, ഒരുമിച്ച് ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ വഴിമാറാനുള്ള സാഹചര്യവും ഉണ്ട് എന്നതാണ് മനീഷ് മഹിപാൽ നൽകിയ വിവരം. മനീഷ്, നേരത്തെ തന്നെ ഇതിൽ എറണാകുളത്ത് പിടിയിലായ സമയത്ത് ഷൈൻ ടോം ചാക്കോ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റ്
മറ്റൊരു താരത്തിന് വേണ്ടി ഒക്കെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, മറ്റു ചില താരങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ് സ്ഥിരമായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അങ്ങനെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇന്ന് ഈ അന്വേഷണ സംഘം അതിന്റെ നിർണായക വിവരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നതാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ കേസിൽ എക്സൈസ് സംഘം സംശയിക്കുന്നത് എറണാകുളം പോലെ അല്ലെങ്കിൽ കൊച്ചി പോലെ നഗര കേന്ദ്രീകൃത ആഘോഷങ്ങളോ പബ്ബോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പാർട്ടികളോ നടക്കാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് ഓമനപ്പുഴ പോലെയുള്ള വളരെ റൂറലായ ഒരു പ്രദേശത്തെ ഒരു റിസോർട്ടിലേക്കാണ് ഇത്രയും അധികം കോടി രൂപയുടെ 2 കോടിയിലധികം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുന്നത്. അവിടെ ഒരു പെഡ്ലർ ഇത്രയും വലിയ അളവുമായി കഞ്ചാവുമായി, അതും ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുമെങ്കിൽ ഇത്രയും അധികം വാങ്ങാനുള്ള കപ്പാസിറ്റിയുള്ള കസ്റ്റമർ ആരാണ് എന്നാണ് എക്സൈസ് സംഘത്തിന് ആദ്യം മുതൽ അതിനെ കുഴപ്പിച്ചത്. പക്ഷേ അതിനോട് ബന്ധിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു കേസിൽ ഈ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തപ്പോഴാണ് ആലപ്പുഴ കേസിലെ സംബന്ധിച്ച വിവരങ്ങളിൽ മറ്റൊരു പ്രമുഖ നടന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം, ഒരു സൂചന ഈ ഷൈൻ ടോം ചാക്കോയിൽ നിന്നും എക്സൈസ് സംഘം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, വിശ്വാസയോഗ്യമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ തെളിവുകളൊക്കെ തന്നെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ തസ്ലീമ സുൽത്താനയുടെ മൊഴി അതിന് ഘടകവിരുദ്ധമാണ്. ഇത് കൊണ്ടുവന്നത് ആർക്കാണെന്നുള്ള കാര്യം പല വിധത്തിൽ ചോദ്യം ചെയ്തിട്ടും ഇവർ സമ്മതിക്കുന്നില്ല. ചെറുകിട കച്ചവടക്കാർക്ക് ചെറിയ പൊതികളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നാണ്. അങ്ങനെയെങ്കിൽ അത് നേരിട്ട് തന്നെ ഈ പെഡ്ലർ തസ്ലിമ സുൽത്താന ഈ റിസോർട്ടിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, നിഗൂഢതകൾ, ദുരൂഹതകളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യാവലിയിൽ കൃത്യമായ പ്രതികരണം ഇവർ നൽകി അതുമായി കൂട്ടി വെച്ചുകൊണ്ടുള്ള ചില വിലയിരുത്തലുകൾ മാത്രമേ എക്സൈസ് സംഘത്തിന് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ നഗര കേന്ദ്രീകൃത ആഘോഷങ്ങളില്ലാത്ത ആലപ്പുഴയിലെ ഒരു റൂറൽ ഏരിയയിലേക്ക് ഇത്രയും അധികം കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കൂടി ഈ നടന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ പറയാം എന്ന രീതിയിലൊക്കെ അടക്കം എക്സൈസ് സംഘം എത്തും. ഇനി ഒരു പക്ഷേ ഈ മോഡൽ കൈമാറിയിട്ടുള്ള തുക അടക്കമുള്ള കാര്യങ്ങളിൽ അത് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ സുഹൃത്ത് തസ്ലീമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ കേസിനെ സഹായിക്കുന്ന വിധത്തിൽ ഉള്ള മൊഴികൾ കൂടി ലഭ്യമാകുമെന്ന് കൂടി നോക്കിക്കാണണം. എന്താണെങ്കിലും ഈ നടന്മാർ പറയുന്ന അനുസരിച്ച് അവരെ 1 മണിക്കൂറിന് മുമ്പോ ശേഷമോ ഒന്നും വിടാൻ ഒരു കാരണവശാലും തയ്യാറല്ല ഉദ്യോഗസ്ഥർ. ഇത് ഈ ദേശീയ തലത്തിലടക്കം ശ്രദ്ധിക്കപ്പെട്ട കേസാണ്. കസ്റ്റംസ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ ഈ കേസിലെ പ്രതികൾ നടത്തിയിട്ടുള്ള മുൻകാല സ്വർണ്ണക്കടത്തൽ, ഒപ്പം തന്നെ പെൺവാണിഭ സംഭവങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടുന്നുണ്ട്. 2017 തിഹാർ ജയിലിൽ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം കടത്തിയതിന് അവിടെ വെച്ച് പിടിയിലാവുകയും തിഹാർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളാണ് തസ്ലീമ സുൽത്താന. ഈ സുൽത്താൻ എന്ന് പറയുന്ന കേസിലെ 2ാം പ്രതിയും 2 വർഷത്തിനിടെ 3, 4, 5 രാജ്യങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച ആളാണ്. അങ്ങനെ ഇവരുടെ ഇടപാടുകൾക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായി, അതായത് പണമുള്ള ആളുകൾക്ക് പെൺവാണിഭം, അത്തരം സ്ത്രീകളെ എത്തിച്ചു നൽകുക, സ്വർണം ഇടപാടുകൾ, അങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവ്, രാസലഹരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. പക്ഷേ ഇപ്പോഴാണ് ഇവർ അവിചാരിതമായി പിടിയിലാകുന്നത് ആലപ്പുഴയിലെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ഈ ഉറവിടം എവിടെ നിന്നാണ്, ആർക്ക് വേണ്ടി കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുമോ എന്നാണ് എക്സൈസ് സംഘം നോക്കിക്കാണുന്നത്.